നമസ്കാരം. കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിൻ്റെ സിലബസ് പ്രകാരമുള്ള മൊഡ്യൂൾ 3 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കണ്ടിന്യൂസ്ഡ് ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ എസെൻഷ്യൽ അല്ലെങ്കിൽ കോൺസെപ്റ്റ് വരെ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ് എന്നാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയേ. ഇറ്റ്സ് എ മെക്കാനിസം ദാറ്റ് അലൗ എ ക്ലാസ് ടു ഇൻഹെറിറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഫ്രം അനദർ ക്ലാസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു മെക്കാനിസമാണ്. അവരെന്ത് ചെയ്യുന്നു? ദാറ്റ് അലൗ എ ക്ലാസ്. അവർ എന്ത് ചെയ്യുന്നു? ഒരു ക്ലാസ്സിൽ നിന്ന് ടു ഇൻഹെറിറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഫ്രം അനദർ ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ പ്രോപ്പർട്ടീസിനെയും അവരുടെ ബിഹേവിയറേയും ഇൻഹെറിറ്റ് ചെയ്യും. എവിടോട്ട്? മറ്റൊരു ക്ലാസ്സിലേക്ക്. ഇപ്പോൾ വിചാരിക്കുക 2 ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസ്സിൽ അവരുടെ പ്രോപ്പർട്ടീനെയും അവരുടെ ബിഹേവിയറേയും കൂടെ മറ്റേ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതാണ് It is a mechanism that allow a class to inherit properties and behavior from another class. Next നോക്കിക്കേ. It promotes code reuse and establishes relationship between classes. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലാസ്സുകൾക്കിടയിലുള്ള കോഡുകളെ നമുക്ക് റീയൂസ് ചെയ്യാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റും. നെക്സ്റ്റ് എന്താ? ഓൺ ന്യൂ ക്ലാസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എക്സിസ്റ്റിംഗ് ക്ലാസ്. അപ്പോൾ ഒരു പുതിയൊരു ക്ലാസ് പഴയ ഒരു ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഡിറൈവ് ചെയ്യുന്നു. ഓൺ ന്യൂ ക്ലാസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എക്സിസ്റ്റിംഗ് ക്ലാസ്. ദ ന്യൂ ക്ലാസ് ഡിറൈവ്ഡ് ഈസ് ടേംഡ് എ ഡിറൈവ്ഡ് ക്ലാസ്. അപ്പോൾ നോക്കിക്കേ, ഈ പുതുതായിട്ട് ഡിറൈവ് ചെയ്ത് വന്ന ക്ലാസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഡിറൈവ്ഡ് ക്ലാസ് എന്നാണ് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചൈൽഡ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നോ പറയാം. ദ ന്യൂ ക്ലാസ് ഡിറൈവ്ഡ് ഈസ് ടേംഡ് എ ഡിറൈവ്ഡ് ക്ലാസ് ഓർ ചൈൽഡ് ക്ലാസ് ഓർ സബ് ക്ലാസ്. ദ കറണ്ട് ക്ലാസ് ഈസ് ടേംഡ് ദ മെയിൻ ക്ലാസ്, പേരൻറ്റ് ക്ലാസ്, സൂപ്പർ ക്ലാസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ നിന്ന് ഒരു പുതിയ ക്ലാസ് ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൈൽഡ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്നോ പറയാം. ആരിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത് അവരെ നമുക്ക് എന്തെന്ന് പറയാം? മെയിൻ ക്ലാസ് അല്ലെങ്കിൽ പേരൻറ്റ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയാം. ഫിഗർ നോക്കിക്കേ. ഇപ്പം എനിക്ക് ക്ലാസ് 1 ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലാസ് 2 ക്ലാസ് 3 എനിക്ക് എന്താണ്? ക്ലാസ് 1ൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആരിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നത്? ക്ലാസ് 1ൽ നിന്ന്. അപ്പോൾ അത് ആരാണ്? പേരൻറ്റ് ക്ലാസ് ആണ്. പേരൻറ്റ് ക്ലാസ്സോ അതല്ലെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലാസ്സോ അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സോ ആണ്. ഇനി ഡിറൈവ് ചെയ്ത് വന്ന ക്ലാസ് 2 ക്ലാസ് 3 എന്താണ്? ചൈൽഡ് ക്ലാസ്സുകളാണ്. ആരിൽ നിന്ന്? നമ്മുടെ പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നവരാണ് ചൈൽഡ് ക്ലാസ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതെന്ന് പറയാം ഡിറൈവ്ഡ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നോ പറയാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ആണ് റീയൂസബിലിറ്റി. ആ വാക്കിൽ തന്നെയുണ്ട് കേട്ടോ, റീയൂസബിലിറ്റി മീൻസ് യൂസിങ് ദ സെയിം കോഡ് എഗെയിൻ ആൻഡ് എഗെയിൻ വിത്തൗട്ട് റൈറ്റിംഗ് ഇറ്റ് ട്വൈസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സെയിം കോഡുകളെ, അതായത് ഒരേ കോഡുകളെ തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? വിത്തൗട്ട് റൈറ്റിംഗ് ഇറ്റ് ട്വൈസ്. നമ്മൾ 2 or 3 തവണ അല്ലെങ്കിൽ എഗെയിൻ നമ്മൾ എഴുതാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോഡുകളെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു സേവ് മെമ്മറി ആൻഡ് റിഡ്യൂസസ് ദ കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാം. ഇവരെന്ത് ചെയ്യുന്നു? നമുക്കിങ്ങനെ ഒരു കോഡ് തന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ നമ്മളിങ്ങനെ റിപ്പീറ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അത്രയും മെമ്മറി അവിടെ പോകും. അപ്പോൾ ഇങ്ങനെ ഈ എഴുതുന്നത് ഒഴിവാക്കുന്നത് വഴി നമുക്ക് അത്രയും മെമ്മറി അവിടെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യുന്നു? റിഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതായത് ഒരുപാട് ലെങ്തി ആയി പോകും പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ കോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകുമ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആകും. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യാൻ എടുക്കുമ്പം നമ്മുടെ കോംപ്ലക്സിറ്റി കുറയും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. വിത്ത് ദ റീയൂസബിലിറ്റി വി ക്യാൻ ആഡ് അഡീഷണൽ ഫീച്ചേഴ്സ്. അതുപോലെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, അഡീഷണൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. എവിടെ? ആൻ എക്സിസ്റ്റിംഗ് ക്ലാസ് വിത്തൗട്ട് മോഡിഫൈയിങ് ഇറ്റ്. പഴയ ക്ലാസ്സിനകത്തോട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സിനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവരെ നമുക്ക് മോഡിഫൈ ചെയ്യാതെ തന്നെ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ആണ് പോളിമോർഫിസം. അതിൽ തന്നെയുണ്ട് മെനി ടൈപ്സ്. പോളി എന്ന് പറഞ്ഞാൽ മെനി കേട്ടോ. അപ്പോൾ പോളിമോർഫിസം നമുക്ക് എന്താ പറയാം? പല തരത്തിൽ മെനി ടൈപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ദ എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ ഓൺ ഫോം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരുടെ കഴിവാണ്. എന്ത് കഴിവ്? മോർ ദാൻ ഓൺ ഫോം. ഒന്നിൽ കൂടുതൽ ഫോമിലോട്ട് മാറാനുള്ള ഇവരുടെ കഴിവാണിത് കേട്ടോ. ദ ബിഹേവിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഡേറ്റ യൂസ്ഡ് ഇൻ ദ ഓപ്പറേഷൻ. അപ്പോൾ ഇവരുടെ ബിഹേവിയർ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റയുടെ ടൈപ്പും അവരുടെ ഓപ്പറേഷനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്രിന്റ് നോക്കിക്കേ. ഞാൻ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ പ്രിന്റ് എന്നാണ്. അപ്പോൾ ഈ പ്രിന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ്? എന്ത് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്?
ഇന്ന കാര്യമേ പ്രിന്റ് ചെയ്യുന്നില്ല. പറഞ്ഞിരിക്കുന്ന എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിന്റ് വാല്യൂസ് ഡിഫറൻറ്റ് ടൈപ്പ് ലൈക്ക് ക്യാർ ഇൻഡ് സ്ട്രിങ് എക്സെട്ര. പ്രിന്റ് എന്നേ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ പ്രിന്റിലൂടെ നമുക്ക് ക്യാരക്ടറിനെയും പ്രിന്റ് ചെയ്യാൻ പറ്റും, ഇൻഡിജേഴ്സിനെയും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും, സ്ട്രിങ്ങുകളെയും ഫ്ലോട്ടുകളെയൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാമിൽ നമ്മൾ പ്രിന്റ് കൊടുക്കാറില്ലേ? അപ്പോൾ നമുക്ക് ഇവരെല്ലാം കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ, പ്രിന്റ്. അപ്പോൾ ഈ പ്രിന്റ് എന്ന് പറയുന്ന ഒരാൾക്ക് തന്നെ പല രീതിയിൽ മെനി ടൈപ്സിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, ക്യാറിലും ഇൻഡിലും സ്ട്രിങ്ങിലും എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്, പലതരത്തിലൊക്കെ ബിഹേവ് ചെയ്യാനുള്ള അവരുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളിമോർഫിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡിലിഗേഷൻ. എട്ടാമത്തതാണ് ഡിലിഗേഷൻ. ഡിലിഗേഷൻ നമ്മൾ ഡൈനാമിക് ബൈൻഡിങ് എന്നും പറയും കേട്ടോ. ഡൈനാമിക് ബൈൻഡിങ് ഡിലിഗേഷൻ സെയിം തന്നെയാണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലേറ്റ് ബൈൻഡിങ് ഓർ റൺ ടൈം ബൈൻഡിങ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരൂടുണ്ട്, എന്താണ്, ലേറ്റ് ബൈൻഡിങ് എന്നും അതല്ലാന്നുണ്ടെങ്കിൽ റൺ ടൈം ബൈൻഡിങ് എന്നും പറയാം. അതും ആ പേരിൽ തന്നെയുണ്ട്, റൺ ടൈമിലായിരിക്കും ബൈൻഡിങ് നടക്കുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് കോഡ് ദാറ്റ് എക്സിക്യൂട്ട് എ മെത്തേഡ് ഓർ an operator is determined at run time, not at compile time. എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ഈ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്ക് റൺ ടൈമിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, കമ്പൈൽ ടൈമിലല്ല. അതായത് നമുക്കറിയാം, ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത് അല്ലേ. റൺ ചെയ്തതിന് ശേഷം നമുക്ക് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എററൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഡിലിഗേഷൻ മെത്തേഡ് എന്ന് പറയുമ്പം ഈ ഒരു മെത്തേഡ് എപ്പോഴാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, കമ്പൈൽ ടൈമിലല്ല, റൺ ടൈമിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യത്തില്ല, എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ഡിലിഗേഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ബൈൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ചോദിക്കാം, നമുക്ക് റൺ ടൈമിൽ ബൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റൺ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്, ഡിലിഗേഷൻ ആണ് കേട്ടോ. ഡൈനാമിക് ബൈൻഡിങ് ആണ് റൺ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ. അതായത് മെസ്സേജ് പാസിംഗ് എന്നും പറയാം, മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജ് പാസിംഗ് എന്ന് രണ്ട് രീതിയിലും പറയാം. നോക്കിക്കേ, മെക്കാനിസം ഫോർ ഒബ്ജക്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ ബൈ സെൻഡിങ് മെസ്സേജസ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു മെക്കാനിസമാണ്. എങ്ങനെ, ഒബ്ജക്റ്റുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻറ്ററാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് എന്തെന്ന് പറയുന്നത്, മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ 2 or more ഒബ്ജക്ട്സ്. സങ്കല്പിക്കുക, നമ്മൾ 2 ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് 2 അതിലധികം ഒബ്ജക്റ്റുകളുണ്ട്, ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് അല്ലെങ്കിൽ മെക്കാനിസം ആണെന്ന് പറയുന്നത് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എ മെസ്സേജ് ഈസ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഒബ്ജക്ട്സ് ബൈ ഇൻവോക്കിംഗ് ദ ഫംഗ്ഷൻ ഓഫ് അതർ ഒബ്ജക്ട്സ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻവോക്ക് ചെയ്യുന്നത് ആവാഹിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനുകളെ ആവാഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കി, ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ ഇൻവോക്കിംഗ് ബിഹേവിയർ. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്താണ്, ഇൻവോക്ക് ചെയ്യാനുള്ള അവരുടെ കഴിവാണെന്ന് പറയുന്നത് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു നമുക്ക് എന്തെന്ന് പറയുന്നത് എസെൻഷ്യൽസ് അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് 9 പേരായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് CPP പ്രോഗ്രാം ആണ്. സ്ട്രക്ചർ ഓഫ് CPP പ്രോഗ്രാം. ഒരു CPP പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, ഫസ്റ്റായിട്ട് ഞാൻ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു രണ്ട് ബാക്ക് സ്ലാഷിനകത്ത് എഴുതിയിരിക്കുന്നത് കമൻറ്റാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് ഞാൻ കമൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. കമൻറ്റിൽ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ പ്രോഗ്രാമിനെ അഫക്റ്റ് ചെയ്യത്തില്ല. കമൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾക്ക് യൂസർക്ക്, കോഡ് എഴുതുന്നവർക്ക് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അത് എന്താണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ലൈൻ കമൻറ്റാണ്. അവിടെ ബാക്ക് സ്ലാഷിനകത്താണ് ഞാൻ ഈ ഒരു കമൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ കമൻറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ ഹെഡർ ഫയൽസ് കൊടുത്തിട്ടുണ്ട്. ഹാഷിങ്ങിലൂടെ iostream.h ഹാഷിങ്ങിലൂടെ conio.h ഉണ്ട് ഹെഡർ ഫയൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ conio.h എന്ന് പറയുമ്പം നമ്മുടെ ടർബോ സിക്കകത്തായിരിക്കും, ടർബോ C++നകത്തായിരിക്കും വരുന്നത്. ബ്ലോക്ക് കോഡ്സിനകത്ത് അത് കാണത്തില്ല. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു മെയിൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മെയിൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഓപ്പൺ ബ്രേസ് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പേര് ഓപ്പൺ ബ്രേസ് എന്നാണ് കേട്ടോ. അടുത്തത് CLR കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പേര് ക്ലിയർ സ്ക്രീൻ എന്നാണ്. അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിയുമ്പം ഓൾറെഡി നേരത്തെ ഒരു പ്രോഗ്രാം അവിടെ റണ്ണായിട്ട് നമുക്ക് അതിൻ്റെ ഔട്ടൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലിയർ സ്ക്രീൻ കൊടുക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിലോട്ട് പഴയ പ്രോഗ്രാമിൻ്റെ ഔട്ടൂടെ വരും. അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മാത്രം ഔട്ടോടെ കിട്ടിയാൽ മതി. നമുക്ക് നേരത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഞാനൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹലോ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് getch എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് കേട്ടോ.
പിന്നീട് ഒരു ക്ലോസ് ബ്രേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ പ്രോഗ്രാം എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഔട്ടിൽ ഹലോ വേൾഡ് എന്നാണ് പ്രിൻ്റ് ആവുന്നത്. ഹലോ വേൾഡ് എന്ന് എനിക്ക് പ്രിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ മാൻഡേറ്ററി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ, അതായത് കമൻറ്റ് മാൻഡേറ്ററി അല്ല, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിരിക്കണമെങ്കിൽ മാത്രമേ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം എനിക്കവിടെ പ്രിൻ്റായി കിട്ടത്തുള്ളൂ. ഈ പറയുന്ന റൂൾസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു പ്രോഗ്രാമിൽ ഔട്ട് കിട്ടുന്നത്. ഓരോ പ്രോഗ്രാമിനും ഓരോ റൂൾസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ, ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്, എൻ്റെ കമൻറ്റ് ലൈനാണ്. ദിസ് ഈസ് എ കമൻറ്റ് ലൈന്. ഓൾ ലൈൻ ബിഗിനിങ് വിത്ത് 2 സ്ലാഷസ്. അപ്പോൾ നമ്മൾ ഈ കമൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്ലാഷ് വെച്ചിട്ടായിരിക്കും, സ്ലാഷിനകത്തായിരിക്കും നമ്മൾ കമൻറ്റ് കൊടുക്കുന്നത്. അത് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴും ഈ രണ്ട് സ്ലാഷുകൾ വെച്ചിട്ടായിരിക്കും അത് ബിഗിൻ ചെയ്യുന്നത്. വിച്ച് ആർ കൺസിഡേർഡ് കമൻറ്റ്സ് ആൻഡ് ഡു നോട്ട് ഹാവ് എനി എഫക്ട്സ് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ പ്രോഗ്രാം. എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉപയോഗിക്കുന്നത്. ദ പ്രോഗ്രാമർ ക്യാൻ യൂസ് ദം ടു ഇൻക്ലൂഡ് ഷോർട്ട് എക്സ്പ്ലനേഷൻ വിത്തിൻ ദ സോഴ്സ് കോഡ് ഇറ്റ് സെൽഫ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനോ എക്സ്പ്ലനേഷനോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ കമൻറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. CPP സപ്പോർട്ട് 2 വേ ടു ഇൻസേർട്ട് കമൻറ്റ്സ്. അപ്പോൾ കമൻസിനെ കുറിച്ച് മാത്രം നമുക്ക് സെപ്പറേറ്റ് ഈ സിലബസിൽ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്, അവിടെ ഞാൻ പറയത്തില്ല. അപ്പോൾ അത് ഞാൻ ഇവിടെ തന്നെ കമൻസിൻ്റെ കാര്യം അങ്ങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 രീതിയിലുള്ള കമൻസ് ആണ് CPPക്കകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ലൈൻ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നില്ല, ഇത് തന്നെ എന്താണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, സ്ലാഷ് സൈനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സ്ലാഷ് സൈനിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ കമൻ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ ഇത് എൻഡ് ചെയ്യുന്നത് അതേ ലൈനിൽ തന്നെ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. മുകളിൽ നോക്കിക്കേ ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നായിരുന്നു ഞാൻ അവിടെ കമൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ലൈനിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു കമൻറ്റ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കണ്ടോ, ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന അവിടെ എൻഡിങ്ങും അവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2 സ്ലാഷ് സൈനിലാണ്. ഇതൊരു PSCയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, കമൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈൻ കമൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ലൈൻ കമൻറ്റ് ബ്ലോക്ക് കമൻറ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി അടുത്തത് ബ്ലോക്ക് കമൻറ്റ്. എന്താണ് ബ്ലോക്ക് കമൻറ്റ് എന്ന് പറയുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു സ്ലാഷ് കാണും, പിന്നീട് ഒരു സ്റ്റാർ കാണും, പിന്നീട് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, എക്സ്പ്ലനേഷൻ എന്താ കൊടുക്കുന്നത് വെച്ചാൽ അത് എഴുതിയിട്ട് പിന്നീട് സ്റ്റാറിൽ വന്നിട്ട് സ്ലാഷിലായിരിക്കും ക്ലോസ് ആവുന്നത്. കണ്ടോ, സ്ലാഷ് സ്റ്റാർ. ഇനി ഇതിനെ തരതിരിച്ചിട്ടേക്കുന്നത് സ്റ്റാർ സ്ലാഷ്. ഓക്കെ, ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ യൂസ്ഡ് ടു മൾട്ടിപ്പിൾ ലൈൻസ്. നമ്മൾ ബ്ലോക്ക് കമൻറ്റുകൾ എന്ന് പറയുന്നത് ഒറ്റ ലൈനിലായിരിക്കത്തില്ല, മൾട്ടിപ്പിൾ ലൈനുകളിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഒരു ലൈന് രണ്ടോ അതിലധികമോ ലൈനുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബ്ലോക്ക് കമൻ്റ് എന്ന് പറയും കേട്ടോ. ബ്ലോക്ക് കമൻ്റ് എന്ന് പറയും. 2 രീതിയിലുള്ള കമൻറ്റ്സ് ആണുള്ളത്. ലൈൻ കമൻറ്റും ഉണ്ട്, ബ്ലോക്ക് കമൻറ്റും ഉണ്ട്. ലൈൻ കമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ ലൈനിൽ തന്നെ നിൽക്കും. ബ്ലോക്ക് കമൻറ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ആയിരിക്കും. സ്ലാഷിൽ വ്യത്യാസമുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്തോ. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, സ്ലാഷ് സ്റ്റാർ ദിസ് ഈസ് മൈ ഫസ്റ്റ് പ്രോഗ്രാം, ദിസ് ഈസ് ആൻ എക്സാമ്പിൾ പ്രോഗ്രാം. ഓക്കെ, 2 ലൈനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എൻഡ് ചെയ്തിരിക്കുന്നതും ഒരു സ്ലാഷിലും സ്റ്റാറിലും, അതുപോലെ തന്നെ സ്റ്റാറിൽ സ്ലാഷിലായിരിക്കും എൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എൻ്റെ ഹെഡർ ഫയലുകൾ. iostream.h Conio.h ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെഡർ ഫയലുകളാണ്. ഹെഡർ എന്ന് പറഞ്ഞാൽ തലക്കെട്ട് പോലെ. അപ്പോൾ തലക്കെട്ട് പോലെ നൽകുന്ന കാര്യമാണിത് ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ലൈൻസ് ബിഗിൻ വിത്ത് ഹാഷ് സൈൻ. അപ്പോൾ ഹെഡർ ഫയലുകൾ തുടങ്ങുന്നത്, ആ ഒരു ലൈനുകൾ തുടങ്ങുന്നത് ഹാഷ് സൈൻ വെച്ചിട്ടാണ് കേട്ടോ. ഹാഷിനെ നമ്മൾ പ്രീ പ്രോസസ്സർ എന്നാണ് പറയുന്നത്. ഈ ഹാഷ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവ് ഫോർ ദ പ്രോസസ്സർ, നമ്മുടെ പ്രോസസ്സറിലേക്ക് കൊടുക്കുന്ന ഒരു ഡയറക്ടറീവാണ്, ഒരു പ്രീ പ്രോസസ്സർ ഡയറക്ടറീവാണെന്ന് പറയുന്നത് ഈ ഹാഷ് എന്ന് പറയുന്നത്. ദേ ആർ ഇൻഡിക്കേഷൻ ടു ദ കമ്പൈലർ ഓൺ വാട്ട് നീഡ് ടു ബി പ്രീ പ്രോസസ്സർ ബിഫോർ കമ്പൈലിംഗ്. കമ്പൈലിംഗിന് മുമ്പിട്ട് നമ്മുടെ കമ്പൈലറിനകത്തോട്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്താണ് വേണ്ടുന്നത്, എന്താണ് പ്രീ പ്രോസസ്സ് ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. .h, ഇതിനകത്ത് .h എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ഹെഡർ ഫയലാണ്. ഹെഡർ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് .h എന്ന് പറയുന്നത്. IOStream, ഇതിനകത്ത് IOStream എന്ന് പറയുന്നത് കണ്ടെയ്നിങ് iStream, OStream ക്ലാസ്സസ് കേട്ടോ. അതായത് IOStream എന്ന് പറയുമ്പം iStream ക്ലാസ്സുകളും ഉണ്ട്, OStream ക്ലാസ്സുകൾ. I എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സ്ട്രീമുകൾ കേട്ടോ, O എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്ട്രീമുകൾ.
അതായത് നമ്മൾ സീന് സി ഔട്ട് കൊടുക്കത്തില്ലേ, ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മളുടെ ഈ IO സ്ട്രീം എന്ന കാര്യത്തിനകത്തായിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. കോംപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിങ് ഹെഡർ ഫയൽ, അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഉള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യാൻ നേരം #include math.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. കോണിയോ എന്ന് പറയുന്നത് നമ്മുടെ കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് അതിൻ്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കോണിയോ എന്ന് പറയുന്നത് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട്. #include കോണിയോ.h ഇല്ല, അതിൻ്റെ കോണിയോ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ റീഡിങ് എ സിംഗിൾ ക്യാരക്ടർ ഫ്രം ദ കീബോർഡ്, നമ്മുടെ കീബോർഡിൽ നിന്നും കൊടുക്കുന്ന ഓരോരോ സിംഗിൾ ക്യാരക്ടേഴ്സിനെയും ഇവർ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് എ നോൺ സ്റ്റാൻഡേർഡ് ഹെഡർ ഫയൽ, അതായത് അത്ര സ്റ്റാൻഡേർഡ് അല്ല, നമുക്ക് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹെഡർ ഫയലാണ് ഈ കോണിയോ.h എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ആണ് വോയിഡ് മെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു മെയിൻ ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വോയിഡ് എന്ന് പറഞ്ഞാൽ നത്തിങ് ഒന്നുമില്ലെന്നാണ്. മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്പൺ ബ്രേസും ക്ലോസ് ബ്രേസും കൊടുക്കും. ഇതിനകത്തായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബോഡി നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എവരി CPP പ്രോഗ്രാം സ്റ്റാർട്ട് വിത്ത് ദ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ ഇത് ചോദിക്കും, വൺ വേർഡ് ആയിട്ടൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എവരി CPP പ്രോഗ്രാം സ്റ്റാർട്ട് വിത്ത് മെയിൻ ഫംഗ്ഷൻ. എന്തിലാണ് എല്ലാ CPP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ CPP പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. അതുപോലെ ദ മെയിൻ ഈസ് ഫോളോവഡ് ബൈ എ പെയർ ഓഫ് പാരന്തസിസ്. അപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ എപ്പോഴും ഒരു പെയർ ഓഫ് പാരന്തസിസ് കാണും കേട്ടോ, ഒരു പെയർ ഓഫ് പാരന്തസിസ് കാണും. ബിക്കോസ് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇൻ CPP. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ CPPക്കകത്ത് ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, പാരന്തസിസ് കൊടുത്തിരിക്കുന്നത്. ദ ബോഡി ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ എൻക്ലോസ്ഡ് ഇൻ കേളി ബ്രാക്കറ്റ്സ് ഓർ ബ്രേസസ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും, ഓപ്പൺ ബ്രേസും ക്ലോസ് ബ്രേസും കൊടുക്കും. ഇതിനിടയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ബോഡി കൊടുക്കുന്നത്. നമ്മൾ എന്താണ് പ്രോഗ്രാം വെച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ദ ബോഡി ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ എൻക്ലോസ്ഡ് ഇൻ, അതായത് ബോഡി നമ്മൾ കൊടുക്കുന്നത് എവിടെയൊക്കെയാണ്, കേളി ബ്രാക്കറ്റ്സിനകത്തോ, അതെല്ലാം തന്നെ അവരുടെ വേറെ പേരാണ് ബ്രേസസ് എന്ന് പറയുന്നത് കേട്ടോ. കേളി ബ്രാക്കറ്റ്സ് ആണിത്, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പൺ ബ്രേസും ക്ലോസ് ബ്രേസും. അപ്പോൾ ഇതിനിടയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുക്കുന്ന വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. നമുക്കൊരു ഓപ്പൺ ബ്രേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്ലോസ് ബ്രേസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്, പ്രോഗ്രാമുകളിലെ കോഡ് എഴുതുന്നത്. അതിനാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് CLR SCR എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്ക്രീനിനെ എന്ത് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൻ്റെ ഔട്ട് വന്ന് ആ ഒരു സ്ക്രീനിൽ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യാതെ പുതിയൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ടും കൂടെ ആ സ്ക്രീനിനകത്ത് വരും. നമ്മൾ ഔട്ട്പുട്ട് കാണിക്കാൻ നേരെ ആ സ്ക്രീനിനകത്ത് കാണും, പഴയതും കൂടെ ചേർത്ത് കാണും. അപ്പോൾ അങ്ങനെ അല്ലാതെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മാത്രം മതി, പഴയതൊന്നും നമുക്ക് വേണ്ട. അതിനെല്ലാം ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത Cout ഹലോ വേൾഡ്. ഇപ്പോൾ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം, പ്രോഗ്രാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എൻഡ് ചെയ്യുന്നത് ഒരു സെമികോളനിലായിരിക്കും കേട്ടോ. സെമികോളനാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എൻഡ് ചെയ്യുന്നത്. സെമികോളൻ ഈസ് യൂസ്ഡ് ടു എൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ സെമികോളൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ അവിടെ അവസാനിച്ചു എന്ന് പ്രോഗ്രാമിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. Cout റെപ്രസെൻറ്റ് ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീം. അപ്പോൾ ഇതിനകത്തെ ഈ Cout എന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അപ്പോൾ ഇതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് സ്ട്രീമുകളെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ Cout കൊടുക്കുകയാണ്. എന്തിനെ, ഔട്ടായിട്ട് എനിക്ക് കിട്ടണം. എന്ത് കിട്ടണം, ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടേണ്ട കാര്യം ആയതുകൊണ്ട് ഞാനെന്ത് കൊടുത്തിരിക്കുന്നു, Cout എന്ന് കൊടുക്കുന്നു കേട്ടോ. In this case, the hello world sequence of character into the standard output streams. അതായത് വിഷ്വലി നമ്മുടെ സ്ക്രീനകത്ത് ഔട്ടിനകത്ത് നമുക്ക് എന്ത് കിട്ടും, ഹലോ വേൾഡ് എന്ന് നമുക്ക് ആ സ്ക്രീനകത്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി ഈ ഒരു ഓപ്പറേറ്റർ ഉണ്ടോ, ഇതിനെ പറയുന്നതാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇൻസേർഷൻ ഓപ്പറേറ്റർ ഫോർ ഔട്ട്പുട്ട് ഫംഗ്ഷൻ. ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് കിട്ടാൻ എന്താ, നമ്മളിവിടെ നോക്കി ഔട്ടാണ് എനിക്ക് കിട്ടുന്നത്, എന്ത്, ഹലോ വേൾഡ്. അതിൻ്റെ ഓപ്പറേറ്റർ എന്താ കൊടുത്തിരിക്കുന്നത്, ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് കിട്ടാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി get ch എന്ന് പറയുമ്പോൾ ഒരു പ്രീ ഡിഫൈൻഡ് നോൺ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ കോണിയോ.h ഹെഡർ ഫയൽ. അതുകൊണ്ട് കോണിയോ.h ഹെഡർ ഫയൽസിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രീ ഡിഫൈൻഡ് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇതൊരു ഫംഗ്ഷനാണ് കേട്ടോ. get ch റീഡ് സിംഗിൾ ക്യാരക്ടർ ഫ്രം ദ കീബോർഡ്. നമ്മൾ കീബോർഡിൽ കൊടുക്കുന്ന ഓരോരോ സിംഗിൾ ക്യാരക്ടറുകളെയും ഈ get ch എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ get ch
ഫോർ പ്രിൻറ്റിങ് ദ ഔട്ട്പുട്ട് ദ കമ്പൈലർ സ്ക്രീൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കമ്പൈലറിനകത്തോട്ട് നമുക്ക് ഔട്ട് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം പ്രിൻറ്റ് ചെയ്യുകയൂടെ ചെയ്യുന്നു. ഗെറ്റ് ഫുൾ ഫോം എന്ന് പറയുമ്പോൾ ഗെറ്റ് ക്യാരക്ടർ എന്നാണ് കേട്ടോ. ഹോൾഡ് ദ ഔട്ട്പുട്ട് സ്ക്രീൻ ഫോർ സം ടൈംസ്. അതുപോലെ ഇവർ ഒരു ജോലിയോടെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിനെ കുറച്ച് സമയത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പം അത്രയാണ് ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ദ സോഴ്സ് ഫയൽ. നമ്മൾ സോഴ്സ് ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാനിവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, നോക്കുക. സ്റ്റെപ്പ് 1 എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിഫൈൻ ദ പ്രോബ്ലം ടു സോൾവ്. നമുക്ക് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് അത്. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആവണം. അപ്പോൾ അതാണ് എനിക്ക് സോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട കാര്യം. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടണം. അപ്പോൾ അതാണ് ഡിഫൈൻ ദ പ്രോബ്ലം ടു സോൾവ്. എന്താണ് എനിക്ക് സോൾവ് ചെയ്യേണ്ടത്? എനിക്ക് 2 നമ്പേഴ്സ് നമ്മൾ കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് 2 നമ്പർ കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈൻ എന്തായിരിക്കും, സൊല്യൂഷൻ എന്തായിരിക്കും? ഇപ്പോൾ 2 നമ്പർ കൂട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് സിമ്പിൾ, പ്ലസ് ഓപ്പറേറ്റർ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം, നമുക്ക് ആ 2 നമ്പറുകളും വേണം. അതായത് എനിക്ക് 2 നമ്പറുകൾ വേണം, എനിക്ക് അവർ കൂട്ടാനുള്ള ഒരു ഓപ്പറേറ്റർ വേണം, എന്നിട്ട് എനിക്ക് റിസൾട്ടും പോയിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് അവിടെ. എന്താണ് 2 നമ്പേഴ്സ്, പിന്നെ ഒരു കൂട്ടുക എന്നുള്ളൊരു കാര്യം, പിന്നെ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് പോയിരിക്കേണ്ട ഒരു സ്ഥലം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് ദ സൊല്യൂഷൻസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്കതിന് പകരം നമ്മൾ അതിനുള്ള ഒരു പ്രോഗ്രാം എഴുതണം. എങ്ങനെയാണ് ഈ ഒരു കാര്യം എനിക്ക് പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ആവണമെന്നത്? അപ്പോൾ എനിക്ക് പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ നമ്പേഴ്സൊക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ ആ നമ്പർ ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ എന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ വാല്യൂസിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു എക്സ്പ്രഷൻ എഴുതി കൊടുക്കണം, ആ വാല്യൂ പോയിരിക്കാനും കൊണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഏത് വാല്യൂലോട്ട്, ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നത് 3ഉമാണ് കൊടുക്കുന്നത്. എന്നിട്ട് സിക്കകത്തോട്ട് എനിക്ക് എന്ത് വേണം, A+B വരണം. അപ്പോൾ ഈ റിസൾട്ട് വന്നിട്ട് സിയിലോട്ട് പോയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം എഴുതുന്നതാണ് റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ആ പ്രോഗ്രാമെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം കമ്പൈൽ ദ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്ത് നോക്കും, കമ്പൈൽ ചെയ്ത് നോക്കും. കമ്പൈലിങ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, കമ്പൈലർ എന്ത് ചെയ്യും, നമ്മുടെ സോഴ്സ് കോഡിനെ, ഞാൻ എഴുതിയിരിക്കുന്ന എൻ്റെ സോഴ്സ് കോഡിനെ അവരെന്ത് ചെയ്യുന്നു, മെഷീൻ റീഡബിൾ കോഡിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അവർ മാറ്റും. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതുന്ന എൻ്റെ സോഴ്സ് കോഡിനെ അവരെന്ത് ചെയ്യുന്നു, മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അവർ ചെക്ക് ചെയ്യും എന്തെങ്കിലുമൊക്കെ എററോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവർ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ലിങ്ക് ഒബ്ജക്റ്റ് ഫയൽസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒബ്ജക്ട്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ ആയിരിക്കും ആ ഒബ്ജക്റ്റിലോട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, ലിങ്ക് കൂടെ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും നോക്കിക്കുക, ഇവിടെ നിന്നൊരു ഇത് പോകുന്നത് കണ്ടോ, സ്റ്റെപ്പ് 7 പോകുന്നത് കണ്ടോ, ഡീബഗ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ കമ്പൈൽ ചെയ്ത് നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ കമ്പൈൽ ചെയ്യും. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റാണ്, 4, 5, 6 റിപ്പീറ്റ് നടക്കും എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ. അതിനുശേഷമായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, റിസൾട്ട് കിട്ടുന്നത്. ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എല്ലാം കമ്പൈൽ ചെയ്യുന്നു, ഒബ്ജക്ട്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ലാസ്റ്റ് നമുക്ക് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എററൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഔട്ട് കിട്ടും കേട്ടോ. അതായത് എനിക്ക് 2 നമ്പേഴ്സ് ഞാൻ കൂട്ടിയിട്ട് സിയിൽ എന്താണോ എനിക്ക്, ഞാൻ 2+3 കൊടുത്തിരിക്കുന്നതിൽ 5 എന്നായിരിക്കും എനിക്ക് സിയിൽ ഇരിക്കുന്ന ഔട്ട്, അതെനിക്ക് അവിടെ കിട്ടും. അടുത്തത് കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇൻ ഓർഡർ ടു കമ്പൈൽ എ CPP പ്രോഗ്രാം വി യൂസ് CPP കമ്പൈലർ. അപ്പോൾ നമ്മൾ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് C++ൻ്റെ കമ്പൈലറിനെ ഉപയോഗിക്കുന്നുണ്ട്. കമ്പൈൽ ചെയ്യുന്നത് എങ്ങനെയാണ്, C++ൻ്റെ കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത്. The CPP compiler sequentially goes through each source code file in your program. This 2 important tasks. അതായത് ഞാൻ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഹലോ വേൾഡ് എന്നൊരു പ്രോഗ്രാം എഴുതില്ല, അത് ഞാൻ എഴുതിയ പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ എഴുതുന്നതാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ത് ചെയ്യുന്നു, ഇതിന് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാസ്കുകളുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് ഇറ്റ് ചെക്ക് യുവർ കോഡ് ടു മേക്ക് ഷുവർ ഇറ്റ് ഫോളോ ദ റൂൾസ് ഓഫ് CPP ലാംഗ്വേജ്. നമുക്ക് CPPക്ക് അതൊക്കെ കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾ പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ, പ്രോഗ്രാം എഴുതാൻ പറ്റും, കോഡ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇവർ ചെക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ റൂളുകളൊക്കെ നമ്മൾ പാലിച്ചിട്ടുണ്ടോ, നമ്മുടെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ നമ്മുടെ കോഡുകൾ ഈ പറയുന്ന CPPയുടെ റൂൾസ് എല്ലാം പാലിക്കുന്നതാണോ. ഇഫ് ഇറ്റ് ഡസ് നോട്ട്, ദ കമ്പൈലർ വിൽ ഗോ യു an error and the corresponding line number to help pinpoint what needs fixing. അതിനകത്ത് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റൂൾസിന് എന്തെങ്കിലും എറർ ഉണ്ട് അല്ലെങ്കിൽ റൂൾസ് പാലിച്ചിട്ടില്ല എന്നുകൊണ്ട് കാണിക്കുവാണെങ്കിൽ, റൂൾസ് പാലിച്ചിട്ടില്ല എന്ന് അവർ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കും, എറർ കാണിക്കും. എന്നിട്ട് ആ കറസ്പോണ്ടിങ് ലൈൻ നമ്പർ ഉൾപ്പെടെ എത്രാമത്തെ ലൈനിലാണ് നമുക്ക് എറർ വന്നിരിക്കുന്നത് ഉൾപ്പെടെയാണ് നമുക്ക് കാണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് അത് ഫിക്സ് ചെയ്ത് ആ ഒരു എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
The compilation process will also be aborted until the error is fixed. അതായത് നമ്മൾ എറർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എറർ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ കമ്പൈലേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്ത് അവർക്ക് ഔട്ട് റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ അവിടെ എറർ ഉണ്ടെന്ന് അവർ കാണിക്കത്തില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2 ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ട്രാൻസ്ലേറ്റ് യുവർ CPP സോഴ്സ് കോഡ്. ഞാൻ എഴുതിയിരിക്കുന്ന എൻ്റെ CPP സോഴ്സ് കോഡിനെ എങ്ങോട്ട് മാറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഷീൻ ലാംഗ്വേജിലോട്ട് അവർ മാറ്റും. കാരണം എന്തുകൊണ്ടാണ് മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുന്നത്? കമ്പ്യൂട്ടറിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്ന കാര്യം ഇവർക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെല്ലാം ഒറ്റ ലാംഗ്വേജ് ചേർത്തുള്ള മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 0ഉം 1ഉം ചേർന്ന ബൈനറി കോഡ്സുകളാണ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജിലോട്ട് ഞാൻ എഴുതിയിരിക്കുന്ന കോഡുകളെ ഇവരെന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒബ്ജക്റ്റ് ഫയൽ ടിപ്പിക്കലി നെയിംഡ് name.o or name.obj. അപ്പം മേലൊരു കാര്യമോടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പം മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒബ്ജക്റ്റ് ഫയലുകളെന്ന് പറയാം കേട്ടോ. ഒബ്ജക്റ്റ് ഇറ്റ് ട്രാൻസ്ലേറ്റ് യുവർ CPP സോഴ്സ് കോഡ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ് ഫയൽ കോൾഡ് ഒബ്ജക്റ്റ് ഫയൽ. നമുക്ക് ഒബ്ജക്റ്റ് ഫയൽ എന്ന് പറയും. ഇതിനെ നമ്മൾ ടിപ്പിക്കലി നമ്മൾ നെയിം ചെയ്യുന്നത് name.o എന്നോ അല്ലെങ്കിൽ name.obj എന്നോ ആണ് കേട്ടോ. നെയിം ഈസ് സെയിം നെയിം ആസ് ദ CPP ഫയൽ. ഇപ്പം നെയിം എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ എഴുതുന്നത് ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫയൽ നെയിം ആണെന്ന് വിചാരിച്ചു. ഞാനൊരു ഫാക്ടോറിയലിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ അഡീഷൻ്റെ എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നു, ഞാനത് സേവ് ചെയ്യാൻ നേരം നമുക്കറിയാം അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .cpp എന്നാണ്. CPPയുടെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .cpp എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫാക്ടോറിയൽ എന്ന് കൊടുത്തിരിക്കുന്നത്, ഞാനൊരു ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാം എഴുതി, എനിക്കത് സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് കൊടുക്കുന്ന പേരാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. .cpp എന്നതിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ഫയൽ പോയി സേവ് ആവുന്നത് എന്താ? ഫയൽ നെയിം സെയിം തന്നെ ആയിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നെയിം ഈസ് സെയിം ആസ് ദ CPP ഫയൽ. CPP ഫയലിൻ്റെ അതേ പേര് തന്നെ ആയിരിക്കും, നെയിം സെയിം ആയിരിക്കും, എക്സ്റ്റൻഷൻ വന്നിട്ട് .o ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് അവിടെ ഉള്ളത്. ഇനി നെക്സ്റ്റ് ലിങ്കിങ് നോക്കിക്കേ. ലിങ്കിങ് ഒബ്ജക്റ്റ് ഫയൽ ആൻഡ് ലൈബ്രറീസ്. അപ്പോൾ ഒബ്ജക്റ്റ് ഫയൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഒബ്ജക്റ്റ് ഫയലുകളെയും ലൈബ്രറികളെയും എല്ലാം ലിങ്ക് ചെയ്യുന്നതാണ് ലിങ്കിങ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ കമ്പൈലർ ക്രിയേറ്റ്സ് 1 or more ഒബ്ജക്റ്റ് ഫയൽസ്. നമ്മളിങ്ങനെ കമ്പൈലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ 1 or അതിലധികമോ ഒബ്ജക്റ്റ് ഫയലുകൾ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ദെൻ അനദർ പ്രോഗ്രാം കോൾഡ് ദ ലിങ്കർ കിക്സ് ഇൻ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാം നമുക്ക് ലിങ്ക് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അതിനെ പറയുന്ന പേരാണ് ലിങ്കർ കിക്സ് ഇൻ എന്ന് പറയുന്നത്. 1 or അതിലധികമോ ഒബ്ജക്റ്റുകളെ നമ്മൾ കമ്പൈൽ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെന്താ ലിങ്കർ കിക്സ് ഇൻ എന്നാണ് അവരെ പറയുന്നത്. ദ ജോബ് ഓഫ് ദ ലിങ്കർ ഈസ് 3 fold. ഇവർക്ക് 3 ഫോൾഡുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ടു ടേക്ക് ഓൾ ദ ഒബ്ജക്റ്റ് ഫയൽ ജനറേറ്റഡ് ബൈ ദ കമ്പൈലർ ആൻഡ് കമ്പൈൻ ദെം ഇൻടു എ സിംഗിൾ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ഒബ്ജക്റ്റ് ഫയലുകളെയും കൂടെ എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്തിട്ട് ബൈ ദ കമ്പൈലർ എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ കമ്പൈൻ ചെയ്യുന്ന ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാമായിട്ട് ഇവർ കമ്പൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു ബീങ് ടു ലൈക്ക് ഒബ്ജക്റ്റ് ഫയൽസ് ദ ലിങ്കർ ഓൾസോ ഈസ് കേപ്പബിൾ ഓഫ് ലിങ്കിങ് ലൈബ്രറി ഫയൽസ്. അതുപോലെ ലൈബ്രറി ഫയലുകളെയും ഇവർ എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. ഇങ്ങനെ A library file is a collection of pre-compiled code that has been packaged up for reuse in other programs. ഇനി ഈ ലൈബ്രറി ഫയലുകൾ എന്ന് പറയുന്നത് എന്താണ്? ലൈബ്രറി ഫയൽസ് എന്ന് പറയുന്നതല്ലേ, നമ്മുടെ പ്രോഗ്രാമിനകത്തൊക്കെ ലൈബ്രറി ഫയൽസ് ഉണ്ട് കേട്ടോ. കുറേ ലൈബ്രറി ഫയലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈബ്രറി ഫയലുകൾ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പ്രീ കമ്പൈൽഡ് കോഡാണ്. അത് ഓൾറെഡി കമ്പൈൽ ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കുറച്ച് കോഡുകളാണ് ഇവരെന്ന് പറയുന്നത്. നമ്മൾ അവരൊരു പാക്കേജ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ പ്രോഗ്രാമിൻ്റെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവരെ വിളിക്കുക. ആ ലൈബ്രറി പോയിട്ട് നമ്മൾ ലൈബ്രറി കോൺസെപ്റ്റ് ഇല്ലേ, ടെക്സ്റ്റ് ഒക്കെ ഇരിക്കുന്നത്, നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ ഓരോരോ സെക്ഷൻ വൈസ് ആയിട്ടായിരിക്കും ടെക്സ്റ്റുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി ചൂസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന കണക്ക് ഈ ലൈബ്രറിയിൽ എല്ലാ കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഓരോരോ ലൈബ്രറിക്കും അവരവരുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊരു പാക്കേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ലൈബ്രറി കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ വന്നിട്ട് പ്രവർത്തിച്ചിട്ട് അങ്ങ് പോകും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ലിങ്കർ 3 ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ലിങ്കേഴ്സിന് 3 ഫോൾഡറുകളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മൂന്നാമത്തെന്ന് പറഞ്ഞത് ദ ലിങ്കർ മേക്സ് ഷുവർ ഓൾ ക്രോസ് ഫയൽ ഡിപ്പെൻഡൻസീസ് ആർ റിസോൾവ്ഡ് പ്രോപ്പർലി. എല്ലാ ഈ ഫയലുകളെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇതെല്ലാം കറക്റ്റായിട്ടാണോ റിസോൾവ് ചെയ്തിരിക്കുന്നുള്ളത് ചെക്ക് ചെയ്യുകയും ചെയ്യും. Once the linker is finished linking all the objects files and libraries, you will have an executable file that you can run. എന്താ പറഞ്ഞിരിക്കുന്നത്? once the linker is finished, ഈ ലിങ്കറുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു? ലിങ്കിങ് ഓൾ ദ ഒബ്ജക്റ്റ് ഫയൽസ്, എല്ലാ ഫയലുകളെയും ലൈബ്രറികളെയും ഇവർ ലിങ്ക് ചെയ്യുന്നു.
യു വിൽ ഹാവ് ആൻ എക്സിക്യൂട്ടബിൾ ഫയൽ ദാറ്റ് യു ക്യാൻ റൺ. നമുക്ക് റൺ ചെയ്യാൻ പാകത്തിന് ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് അത് റെഡിയാവുന്നു. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, ഡീബഗ് ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും ബഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ക്ലിയർ ചെയ്യണം. യു ആർ ഏബിൾ ടു റൺ യുവർ എക്സിക്യൂട്ടബിൾ ആൻഡ് സീ വെദർ ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഔട്ട്പുട്ട് യു വെയർ എക്സെപ്റ്റിങ്. നമ്മൾ നോക്കുമ്പോൾ എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ എറേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന ഔട്ട് നമുക്കവിടെ കിട്ടുന്നു. എനിക്ക് 2 നമ്പേഴ്സ് കൂട്ടുക എന്നുള്ളതാണെങ്കിൽ എനിക്കവിടെ റൺ ചെയ്ത് എറേഴ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ആ ഒരു പ്രോസസ്സ് അവിടെ ഔട്ടിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മൊഡ്യൂൾ സെക്ഷൻസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വെച്ചാൽ ഒത്തിരി ഫാസ്റ്റായിട്ടാണ് പോയിരിക്കുന്നത്. പോർഷൻസ് കുറച്ചുകൂടെ നമുക്ക് കവർ ചെയ്യാനുള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ക്ലിയർ ചെയ്ത് റിപ്പീറ്റ് അടിച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.